എനിക്ക് വേടനെയും അറിയാം, രാമനെയും അറിയാം, രാവണനെയും അറിയാം. പുരാണങ്ങളിൽ പറയുന്ന ഇവരെയൊക്കെ അറിയാം. ഈ വേടൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്ന പുരാണങ്ങളിൽ ശിവന്റെ ഒരു അവതാരമുണ്ട്. പാശുപതാസ്ത്രം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അർജുനൻ തപസ് ചെയ്യാണ്. അപ്പോൾ തപസ്സിൽ ശിവൻ സന്തുഷ്ടനാവുന്നുണ്ടെങ്കിലും അങ്ങനെ വെറുതെ എടുത്ത് കൊടുക്കാൻ പറ്റില്ല ഈ പാശുപതാസ്ത്രം. മഹാഭാരതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. വലിയ യുദ്ധത്തിന് മുമ്പായിട്ടുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ടാണ് അർജുനൻ തപസ് ചെയ്യുന്നത്. അപ്പോൾ അർജുനനിൽ പ്രീതി ഉണ്ടെങ്കിലും അർജുനനെ പരീക്ഷിക്കാൻ ശിവൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പത്നിയായ പാർവതി ദേവിയോടൊപ്പം കിരാത രൂപത്തിൽ ഒരു വേടനായിട്ട് അവതരിക്കുകയാണ്. വേടന്റെ വേഷത്തിൽ അവതരിക്കുകയാണ്. അവതാരമായിട്ട് തന്നെയാണ് വരുന്നത്. അങ്ങനെ അർജുനനെ പരീക്ഷിക്കുകയും ഒടുവിൽ അദ്ദേഹം പാശുപതാസ്ത്രം നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ കിരാത രൂപത്തിൽ ഇന്ന് ശിവനെ രാജ്യമൊട്ടാകെ ആരാധിക്കുന്നുണ്ട്. കിരാതേശ്വരനായിട്ടും കിരാതമൂർത്തിയായിട്ടും ഒക്കെ ശിവനെ ഇന്ന് രാജ്യമൊട്ടാകെ ആരാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ അങ്ങനെ ആരാധിക്കുന്നതിൽ എവിടെയും ആരും തടസ്സം പറഞ്ഞതായി കേട്ടിട്ടുമില്ല. പിന്നീട് വേടനെക്കുറിച്ച് മറ്റൊരു സന്ദർഭത്തിൽ കാണുന്നത് ഈ മഹാവിഷ്ണുവിന്റെ അവതാരമാണല്ലോ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ ഒരു യാദവനാണ്. ശ്രീകൃഷ്ണൻ ഇന്ത്യയിലെ ഇന്നത്തെ ജാതി വ്യവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ OBC വിഭാഗത്തിൽ പെടുന്ന ഒരാളാണ് ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണനെ വധിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ശ്രീകൃഷ്ണനെ വധിക്കുന്നത് ഒരു വേടനാണ്. ആ വേടനെയും എനിക്കറിയാം. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ശ്രീകൃഷ്ണനെ വധിച്ചതൊരു വേടനാണ്. അതിന്റെ പേരിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? മഹാഭാരതവും രാമായണവും ഒക്കെ എഴുതിയത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഈ ജാതി വ്യവസ്ഥ, ഇന്ന് നമ്മൾ കാണുന്ന ജാതി വ്യവസ്ഥ രൂപപ്പെട്ടത് അതിനുമൊക്കെ ഒരുപാട് കാലത്തിന് ശേഷമാണ് എന്ന് തന്നെയാണ്. ബ്രാഹ്മണന്മാരും അല്ലെങ്കിൽ ഈ ഉയർന്ന ജാതിക്കാരെന്ന് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരും ഈ താഴ്ന്ന ജാതിക്കാരെന്നും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. സത്യത്തിൽ മനുഷ്യർക്കിടയിൽ അങ്ങനെ ഒന്നുമില്ല. മനുഷ്യരെല്ലാം ഒരുപോലെയാണ്. പക്ഷെ ഇന്ന് നമ്മൾ നാട്ടിൽ അങ്ങനെയാണല്ലോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും വായിക്കുന്ന രാമായണം, ഈ രാമായണം എഴുതിയത് ഒരു വേടനാണ്. ആ വേടനെയും എനിക്കറിയാം. മഹാഭാരതം എഴുതിയത് ഒരു മുക്കുവനാണ്. ഒരു മുക്കുവ സ്ത്രീയുടെ മകനായ വ്യാസനാണ് എഴുതിയത്. ആ വ്യാസനെയും എനിക്കറിയാം. ശ്രീകൃഷ്ണനെ വധിച്ച വേടനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ആരാണ് ശ്രീകൃഷ്ണനെ വധിച്ച ആ വേടൻ? അദ്ദേഹത്തിന് എങ്ങനെയാണ് അതിന് സാധിച്ചത്? അത് രാമായണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കഥയാണ്. ബാലി എന്ന് പറയുന്ന സർവശക്തനായിട്ടുള്ള വാനരൻ, ആ വാനരനെ നേർക്കുനേർ ഫൈറ്റ് ചെയ്ത് ആർക്കും വധിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ വധം അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെടണം എന്നുള്ളത് അത് നിശ്ചയമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് സംഭവിച്ചേ മതിയാകൂ. അങ്ങനെ ശ്രീരാമൻ എന്ത് ചെയ്തു? ഒളിഞ്ഞു നിന്ന് അമ്പെയ്തിട്ടാണ് ബാലിയെ വധിക്കുന്നത്. നേരിട്ട് യുദ്ധം ചെയ്തിട്ടല്ല. ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കർമ്മഫലം ആരായാലും അനുഭവിച്ചേ മതിയാകൂ. അത് ദൈവത്തിന്റെ അവതാരമാണെങ്കിൽ കൂടി അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഈ സംഭവം ഉണ്ടാവുന്നത് ത്രേതായുഗത്തിലാണ്. ആ ത്രേതായുഗത്തിൽ ശ്രീരാമൻ പല കാരണങ്ങളാൽ ദുഃഖിതനായി തന്നെയാണ് കഴിഞ്ഞത് അവസാനം വരെയും. അടുത്ത ശ്രീകൃഷ്ണന്റെ അവതാരത്തിൽ ബാലിക്ക് അതേ അവസരം, അതായത് ആ കർമ്മ എന്ന് പറയുന്നത് ശ്രീരാമന്റെ പ്രവൃത്തിയിൽ ഉണ്ടായ ആ ഒരു പ്രവൃത്തിയുടെ ഫലം, കർമ്മ എന്ന് പറയുന്നത് കറങ്ങി ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലാണ് വരുന്നത്. അതായത് ബാലി പുനർജനിക്കുകയാണ് ജരനായിട്ട്. അങ്ങനെ പുനർജനിക്കുന്ന ബാലിയുടെ അമ്പ് കൊണ്ടാണ് ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണം സംഭവിക്കുന്നത്. ശ്രീകൃഷ്ണനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഈ വേടൻ അമ്പ ചെയ്യുന്നത്. ജരൻ എന്ന് പറയുന്ന വേടൻ അമ്പ ചെയ്യുന്നത് മാനാണെന്നോ പ്രാവാണെന്നോ ഒക്കെ തെറ്റിദ്ധരിച്ചാണ്. ഈ സമയത്ത് അദ്ദേഹം അമ്പ ചെയ്യുമ്പോൾ ശ്രീകൃഷ്ണന്റെ തൃപ്പാദങ്ങളിലാണത് കൊള്ളുന്നത്. ശ്രീകൃഷ്ണനും ഈ സംഭവത്തെക്കുറിച്ച് അറിയാം. കാരണം തന്റെ മുൻജന്മത്തിൽ ബാലി നൽകിയൊരു ശാപം പോലെ തന്നെയായിരുന്നു അത് ശ്രീകൃഷ്ണൻ സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ്. കർമ്മഫലം ദൈവത്തിന്റെ അവതാരമായാലും ദൈവമായാലും അനുഭവിച്ചേ മതിയാകൂ എന്ന ഒരു സന്ദേശം കൂടി അതിലുണ്ട്. ഇപ്പൊ ശ്രീരാമനാണെങ്കിലും ഒരുപാട് കർമ്മഫലങ്ങൾ അദ്ദേഹത്തിനും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ശ്രീകൃഷ്ണനാണെങ്കിലും ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ദൈവമാണ്. പക്ഷെ ഒരു വേടന്റെ അമ്പിൽ അദ്ദേഹം സ്വർഗാരോഹണത്തിന് തയ്യാറായി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അത് നിഷേധിക്കാമായിരുന്നു. പക്ഷെ ദൈവങ്ങൾ പോലും കർമ്മഫലത്തിന് അതീതരല്ലെന്ന സന്ദേശമാണ് അവിടെ ശ്രീകൃഷ്ണൻ കൊടുക്കുന്നത്. എല്ലാവരും തുല്യരാണ് എന്ന സന്ദേശവുമുണ്ട്. പുരാണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോ രാമായണത്തിൽ ശ്രീരാമന്റെ ഉറ്റ സുഹൃത്തും ഭക്തനുമാണ് ഹനുമാൻ എന്ന് പറയുന്നത്. വാനരന്മാരാണ് ശ്രീരാമനെ ലങ്കയിൽ പോയി സീതയെ വീണ്ടെടുക്കാനും രാവണനെ വകവരുത്താനും ഒക്കെ സഹായിക്കുന്നത്. അപ്പോ അവിടെയും നമുക്ക് എവിടെയും ജാതി കാണാൻ കഴിയില്ല. എവിടെയാണ് ജാതി, എവിടെയാണ് തൊട്ടുകൂടായ്മയുള്ളത്? പുരാണങ്ങളിൽ അല്ലെങ്കിൽ പുരാതനമായ ഗ്രന്ഥങ്ങളിൽ ഒന്നും നമുക്കിത് കാണാൻ കഴിയില്ല. ഏതാണ്ട് 1000 വർഷം മുമ്പത്തെ പഴക്കമാണ് നമുക്കറിയാൻ കഴിയുന്ന ജാതി വ്യവസ്ഥ, ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ജാതി വ്യവസ്ഥ. അത് തീർച്ചയായിട്ടും ഈ ഒരു സിസ്റ്റത്തിനെ മിസ്യൂസ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ഗുപ്ത എംപയറിന്റെ കാലഘട്ടത്തിൽ, ഗുപ്ത ഭരണകാലഘട്ടത്തിലാണ് ഇത് പ്രധാനമായി ഉയർന്നു വരുന്നത്.
ഒരു CE 1000 ശേഷം ബ്രിട്ടീഷുകാർ വരുന്ന കാലത്തൊക്കെ ജാതി വ്യവസ്ഥ വളരെ മോശമായ അവസ്ഥയിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അതിൻ്റെ ബാക്കി പത്രമായിട്ട് ഇന്നും അത് ഇന്ത്യയിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പുരാതന കാലത്തുണ്ടായ ഒന്നല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ സിവിലൈസേഷൻ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ഒന്നല്ല. മനുഷ്യരുടെ പ്രവൃത്തിയും കർമ്മവും അവന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് പല പേരുകളിൽ അവരെ അറിയപ്പെട്ടിരുന്നുവെങ്കിലും വേദഗ്രന്ഥങ്ങളിൽ എവിടെയും തന്നെ തൊട്ടുകൂടായ്മയോ ഇന്നീ കാണുന്ന ജാതി വ്യവസ്ഥയോ ഇല്ല. രാമായണത്തിലോ മഹാഭാരതത്തിലോ ഇല്ല. ആ കാലഘട്ടങ്ങളിൽ അത് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും രാമായണവും മഹാഭാരതവും ഉണ്ടാവില്ല. കാരണം ഇന്നത്തെ ജാതി സങ്കല്പം വെച്ച് നോക്കിയാൽ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആൾക്കാരാണ് അത് എഴുതിയത്. അതെങ്ങനെയാണ് ബ്രാഹ്മണന്മാർ പഠിക്കുന്നത്, എങ്ങനെയാണ് വായിക്കുന്നത്? അപ്പോൾ അതൊരിക്കലും സാധ്യമായ കാര്യമല്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജാതി ഇല്ല എന്നത് ഉറപ്പാണ്. പിൽക്കാലത്ത് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ടായി. അത് ഒരു ഇന്ത്യയുടെ ചരിത്രത്തിൽ, പുരാതന ഇന്ത്യയുടെ തൊട്ട് ഇന്നേ വരെയുള്ള നമ്മുടെ ചരിത്രത്തിലെ ഒരു വളരെ മോശം കാലഘട്ടം തന്നെയായിരുന്നു. അതിൻ്റെ ആ ഒരു പൂർണ്ണമായും ജാതി വ്യവസ്ഥ ഇന്ത്യയിൽ നിന്ന് മാറിയിട്ടില്ല എന്നതും ഇന്ന് നമുക്ക് അറിയാവുന്ന വസ്തുതയാണ്. പക്ഷേ എങ്കിലും ഈ സിവിലൈസേഷനുമായിട്ട് ജാതിയെ കൂട്ടിക്കെട്ടുന്നത് ബോധപൂർവം ഈ ഒരു സിവിലൈസേഷൻ തന്നെ മോശമായിരുന്നു, അല്ലെങ്കിൽ അത് ശരിയായ ഒന്നല്ലെന്ന് വരുത്തി തീർക്കാനാണ്. ഇപ്പോൾ ഇന്ത്യൻ സിവിലൈസേഷൻ എടുത്താൽ, മതപരമായി തന്നെ എടുത്താൽ, ഹിന്ദു മതം എടുത്താൽ, ശിവൻ എന്ന് പറയുന്നത് ആരാണ്? ശരീരമാസകലം ഭസ്മം പൂശിയിട്ടുള്ള ആഭരണങ്ങളായിട്ട് സ്വർണമോ അല്ലെങ്കിൽ അത്തരം വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ആഭരണങ്ങളൊന്നും ധരിക്കാത്ത, അല്ലെങ്കിൽ കൊട്ടാരം ഇഷ്ടപ്പെടാത്ത ഒരു ദൈവമാണ് ശിവൻ എന്ന് പറയുന്നത്. ഈ ത്രിമൂർത്തികളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ദൈവമാണ്. അസുരന്മാർ പോലും ഏറ്റവും അധികം ആരാധിക്കുന്നത് ആ ശിവനെയാണ്. അതായത് എല്ലാത്തരം മനുഷ്യരും ആശ്രയിക്കുന്നത് ശിവനെയാണ് പുരാണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹിന്ദു മതത്തിലെ ദൈവം എന്ന് പറയുന്നത് തന്നെ ജാതി മത വ്യവസ്ഥകൾക്ക് അതീതനാണ്. ബ്രഹ്മാവിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ബ്രഹ്മാവ് തന്നെയാണ് എല്ലാവർക്കും സൃഷ്ടി നടത്തിയിരിക്കുന്നത്. അസുരന്മാരെയും ദേവന്മാരെയും മനുഷ്യന്മാരെയും സൃഷ്ടിച്ചത് ബ്രഹ്മാവാണ്. അപ്പോൾ ബ്രഹ്മാവും ജാതി മത വ്യവസ്ഥകൾക്ക് അതീതമാണ് എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പലർക്കും രാമനെ അറിയില്ല, പക്ഷേ രാവണനെ അറിയാമോ? രാവണനെയും അറിയില്ല. രാവണനെ അറിയാമെങ്കിൽ നിങ്ങൾ ഉറപ്പായും രാമനെ അറിഞ്ഞിരിക്കും. കാരണം അവർ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിന്റെ കാവൽക്കാരിൽ ഒരാളായിട്ടുള്ള ജയയുടെ പുനർജന്മമാണ് രാവണൻ. രാവണൻ ജനിക്കുന്നത് തന്നെ മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള ശ്രീരാമന്റെ കൈകൾ കൊണ്ട് മരണപ്പെടാൻ വേണ്ടിയിട്ടാണ്. രാമനെ അറിയാത്തവർക്ക് രാവണനെ അറിയാമെന്ന് പറയുന്നവർക്ക് ജയ ആരാണെന്ന് അറിയണമെന്നില്ല. കൂടുതൽ നമുക്ക് വഴിയെ പറയാം. മത്സ്യമായും കൂർമ്മമായും വരാഹമായും നരസിംഹമായും വാമനനായും ശ്രീകൃഷ്ണനായും പരശുരാമനായും ഒക്കെ അവതാരമെടുത്തിട്ടുള്ള മഹാവിഷ്ണു ജാതികൾക്കും ജാതി വ്യവസ്ഥകൾക്കും അതീതനായ ദൈവമല്ലേ? അദ്ദേഹത്തിന്റെ ശ്രീകൃഷ്ണ അവതാരം നമ്മൾ പറഞ്ഞു യാദവനായിട്ടാണ്. അദ്ദേഹത്തിന്റെ പരശുരാമൻ എന്ന അവതാരത്തിൽ അദ്ദേഹം ബ്രാഹ്മണനായിട്ടും കൊന്നൊടുക്കിയത് ദുഷ്ടന്മാരായ ക്ഷത്രിയന്മാരായ രാജാക്കന്മാരെയാണ്. അദ്ദേഹം തന്നെയാണ് ബ്രാഹ്മണനായ വാമനനായിട്ട് ജനിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ക്ഷത്രിയനായിട്ടുള്ള ശ്രീരാമനായിട്ട് ജനിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഏറ്റവും മോശം മൃഗം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുന്ന പന്നികളുണ്ട്. പന്നികൾ എന്ന് പറയുന്നത് വളരെ മോശം മൃഗമായിട്ടാണ് കാണുന്നത്, വൃത്തിയില്ലാത്ത മൃഗങ്ങളായിട്ടാണ് കാണുന്നത്. എന്നാൽ ആ രൂപം, വരാഹ രൂപം എടുത്തതും ഇതേ മഹാവിഷ്ണു തന്നെയാണ്. നരസിംഹ രൂപം എടുത്തതും മഹാവിഷ്ണുവാണ്. ശ്രീ ബുദ്ധനായിട്ട് അവതാരമെടുത്തതും മഹാവിഷ്ണു ആണെന്നാണ് പറയപ്പെടുന്നത്. മഹാവിഷ്ണു എന്ന് പറയുന്നതും ജാതി വ്യവസ്ഥയ്ക്ക് അതീതമാണ്. അപ്പോൾ പുരാണങ്ങളിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഭാഗം നമ്മൾ എടുത്തിട്ട് അതിനെ വിശകലനം ചെയ്താൽ നമുക്ക് ചിലപ്പോൾ രാമൻ തെറ്റാണെന്ന് തോന്നാം, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ തെറ്റാണെന്ന് തോന്നാം. എന്നാൽ അതിൻ്റെ മുഴുവൻ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി അതിൻ്റെ ചരിത്രവും പശ്ചാത്തലവും അത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഏത് സാഹചര്യത്തിലാണ് ഓരോ സന്ദർഭങ്ങളിലും ഓരോ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അവിടെ എല്ലാ നടന്ന സംഭവങ്ങൾക്കും ഓരോ കാരണങ്ങളുണ്ട്. അത് കർമ്മയുമായും മുൻജന്മങ്ങളുമായും പ്രകൃതിയുടെ സന്തുലനവുമായും ഒക്കെ ബന്ധപ്പെട്ടതാണ്. പുരാണങ്ങൾ ആരെങ്കിലും എഴുതിയതാണോ യഥാർത്ഥത്തിലുള്ളതാണോ എന്ന തർക്ക വിഷയത്തിലേക്കല്ല ഞാൻ പോകുന്നത്. പക്ഷേ ആ ഗ്രന്ഥങ്ങളിലെല്ലാം നമുക്കിതിനെല്ലാത്തിനും ഒരു കാരണം വ്യക്തമായും കാണാൻ കഴിയും. ഇനി രാവണനെ കൊന്നത് പലരും വലിയ പ്രശ്നമായി കാണുന്നുണ്ടല്ലോ. ആരാണ് രാവണൻ എന്ന് പോലും അറിയാത്തവർക്കാണ് രാവണൻ പ്രിയപ്പെട്ടയാളും രാമൻ ദുഷ്ടനുമായി തോന്നുന്നത്. രാവണൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജയ എന്ന് പറയുന്ന വൈകുണ്ഠത്തിൽ മഹാവിഷ്ണുവിന്റെ കാവൽക്കാരിൽ ഒരാളാണ്. ജയയാണ് രാവണനായിട്ട് അവതാരമെടുക്കുന്നത്. മഹാവിഷ്ണുവിന്റെ കൈകൊണ്ട് മരണം വരിച്ച് വീണ്ടും വൈകുണ്ഠത്തിലേക്ക് പോവുക എന്നതാണ് അദ്ദേഹത്തിന്റെ ജന്മോദ്ദേശം. അതുകൊണ്ടാണ് വളരെ ക്രൂരമായിട്ട് തന്നെ പെരുമാറുന്നത്. കാരണം ശ്രീരാമന്റെ കൈകൊണ്ട് മരണപ്പെട്ടേ പറ്റൂ രാവണന്. അതാണ് രാവണന്റെ ജീവിതോദ്ദേശവും ലക്ഷ്യവും. കാരണം വൈകുണ്ഠത്തിലെ കാവൽക്കാരനാണ് ജയ എന്ന് പറയുന്നത്. അപ്പൊ ജയയ്ക്ക് തിരിച്ചവിടെ പോയേ പറ്റൂ.
അതൊരു ശാപത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവതാരം എടുക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ശിശുപാലൻ എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ വധിക്കുന്നത് ശിശുപാലൻ ജയയുടെ മറ്റൊരു അവതാരമാണ്. അതേപോലെ തന്നെ ഹിരണ്യാക്ഷൻ ജയയുടെ മറ്റൊരു അവതാരമാണ്. വൈകുണ്ഠത്തിലെ കാവൽക്കാരിൽ ഒരാളാണ് വിജയ. വിജയുടെ അവതാരങ്ങളിൽ ഒന്നാണ് കുംഭകർണൻ. അതുപോലെ തന്നെ വിജയുടെ മറ്റൊരു അവതാരമാണ് ഹിരണ്യകശിപു. ഇതെല്ലാം ഈ അവതാരത്തിന്റെ, മഹാവിഷ്ണുവിന്റെ അവതാരത്തിന്റെ കൈകൊണ്ടാണ് മരണപ്പെടുന്നത്. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആണ്. അല്ലാതെ രാവണൻ നല്ലവനും രാമൻ ദുഷ്ടനും എന്ന തരത്തിൽ കാര്യങ്ങളെ വളച്ചൊടിക്കുമ്പോൾ പുരാണങ്ങളെക്കുറിച്ചൊരു ചുക്കും അറിയാത്തവരാണ്. പുരാണം സത്യമോ കഥയോ എന്തോ ആകട്ടെ, ആ പറയുന്ന പുരാണത്തെ വിശകലനം ചെയ്ത് സംസാരിച്ചാൽ പോലും അതിനെക്കുറിച്ചൊരു ചുക്കും അറിയാത്തവർക്കാണ് രാമനെ അറിയാത്തതും രാവണനെ അറിയുന്നതും. രാമനെ അറിയാത്തവർക്ക് രാവണനെയും അറിയാൻ കഴിയില്ല. കാരണം രാമന്റെ അഡ്രസ്സുമായി ബന്ധപ്പെട്ടതാണ് രാവണന്റെയും അഡ്രസ്സ്. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് രാമനെങ്കിൽ മഹാവിഷ്ണുവിന്റെ വൈകുണ്ഠത്തിലെ കാവൽക്കാരനായിട്ടുള്ള ജയയുടെ അവതാരമാണ് രാവണൻ എന്നറിയാത്തവർക്കാണ് ഈ പ്രശ്നമുള്ളത്. നമ്മുടെ രാജ്യത്ത് ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നതിൽ ഇന്നും ഏറെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരാൾ തന്നെയാണ് ഞാൻ. എല്ലാ മനുഷ്യരും തുല്യരാണ്. ഒരാൾക്കും മറ്റൊരാളെക്കാൾ എന്തെങ്കിലും കൂടുതലോ കുറവോ ഇല്ല. എല്ലാ മനുഷ്യരും തുല്യരാണ്. എല്ലാവരെയും തുല്യമായി പരിഗണിക്കേണ്ടതാണ്. സമത്വം നിറഞ്ഞ തുല്യതയുള്ള അങ്ങനത്തെ ഒരു നാടായി നമ്മുടെ രാജ്യം മാറുമ്പോഴാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യരെ സ്നേഹിക്കുന്ന ആർക്കും സന്തോഷമുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു ജാതി വ്യവസ്ഥയ്ക്കും ഈ ഉയർന്നവർ താഴ്ന്നവർ എന്നൊക്കെയുള്ള വിളി പോലും അരോചകമാണ്. അങ്ങനെ ഒരു വിളിയുടെ ആവശ്യം പോലുമില്ല. എല്ലാവരും തുല്യരാണ്. ഗവൺമെന്റ് ഡോക്യുമെന്റ്സിലടക്കം എല്ലായിടത്തും എല്ലാ മനുഷ്യരെയും തുല്യമായി കാണുന്ന ഒരു ദിവസം ഉണ്ടാകുമെങ്കിൽ ആ ദിവസമാണ് സത്യത്തിൽ ഏറ്റവും അധികം സന്തോഷം തോന്നുന്ന ദിവസം. ഇത്തരത്തിൽ മനുഷ്യരെ പല തട്ടുകളായി വേർതിരിക്കുന്ന സമ്പ്രദായം ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പോ അല്ലെങ്കിൽ 1000 വർഷത്തിൽ താഴെയോ മാത്രം പഴക്കമുള്ള ആ സമ്പ്രദായം അതെന്നേക്കുമായി ഇന്ത്യയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള വേർതിരിവും വിവേചനവും നമ്മുടെ നാട്ടിൽ നിന്നും എന്നേക്കുമായിട്ട് നമ്മൾ പടിയടച്ച് പിണ്ടം വയ്ക്കേണ്ട ഒന്നാണ്. എല്ലാവരും ഇന്ത്യക്കാരാണ്, എല്ലാവരും തുല്യരുമാണ്. ആ നിലയിലേക്ക് നമ്മുടെ രാജ്യം മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയുമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.